ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു കേരള മെക്ടെക്. നമ്മുടെ അടുത്തുള്ളത് എറ്റിയോസ് ക്രോസ് ആണ്. എറ്റിയോസ് ക്രോസ് D4D ഡീസൽ വേരിയൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാം. മൈലേജ് ഷോർട്ടായിട്ടാണ് ആഴ്ചയിൽ വണ്ടി വന്നേക്കുന്നത്. ഇപ്പോൾ 2 ദിവസം ഇട്ടിട്ട് കോൾഡ് സ്റ്റാർട്ട് നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര ലോങ് റാങ്കിങ് ആയിട്ടാണ് വണ്ടി വന്നേക്കുന്നത്. ലോങ് റാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കംപ്രഷൻ ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ സെൽഫ് എടുക്കുന്നത് ബിഹേവ് ചെയ്യുന്നത്. കുറേയധികം സെൽഫ് എടുത്തിട്ടാണ് വണ്ടി സ്റ്റാർട്ടാവുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു കണ്ടീഷൻ വരുമ്പോഴത്തേക്ക് സ്മോക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് സ്റ്റാർട്ടിങ്ങിൽ ചെറിയൊരു മൈന്യൂട്ട് വൈറ്റ് സ്മോക്ക് ഉണ്ട്. കഴിയുമ്പോൾ അതൊന്ന് മാറുന്നുണ്ട്. ഓൾറെഡി ഈ ഒരു കംപ്ലയിൻറ്റിന് വേണ്ടിയിട്ട് കസ്റ്റമർ ഇതിൻ്റെ ഇഞ്ചക്ടേഴ്സും പമ്പൊക്കെ റീപ്ലേസ് ചെയ്ത് ചെക്ക് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് വണ്ടിക്ക് വേറെ സ്കാനിങ് ട്രബിൾ കോഡോ കാര്യങ്ങളൊന്നും തന്നെയില്ല. അതേപോലെ തന്നെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇഞ്ചക്ടറിൻ്റെ വയറിങ് കാര്യങ്ങൾ കണക്ടറെല്ലാം കറക്റ്റാണ്. എയർ ഫിൽറ്റർ, ഡീസൽ ഫിൽറ്റർ എല്ലാം കറക്റ്റാണ്. അപ്പോൾ എന്തായാലും നമ്മളിതിൻ്റെ ടാപ്പറ്റ് ക്ലിയറൻസ് ചെക്ക് ചെയ്യാം എന്ന് തീരുമാനിച്ചു. കാരണം കംപ്രഷൻ കുറഞ്ഞ പോലത്തെ ഒരു കണ്ടീഷനാണ് കാണിക്കുന്നത്. ടാപ്പറ്റിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ഇത് വന്നേക്കാം. നമ്മൾ ഇപ്പം ടാപ്പറ്റ് അയക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ഈ ടാപ്പിൻ്റെ ചുറ്റിനുള്ള 10 mm ബോൾട്ട് കാര്യങ്ങളൊക്കെ അഴിച്ചെടുക്കണം. വയറിങ് മാറ്റണം. അതേപോലെ നമ്മുടെ ഇഞ്ചക്ടേഴ്സിൻ്റെ വയറിങ്ങും കണക്ഷനും റിട്ടേൺ ലൈനൊക്കെ റിമൂവ് ചെയ്യണം. ഈ ഒരു വീഡിയോയിൽ ടാപ്പറ്റ് ക്ലിയറൻസ് ഇച്ചിരി ഡെപ്തായിട്ട് കറക്റ്റ് പറഞ്ഞ് തരാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം പലരും എറ്റിയോസിൻ്റെ ടാപ്പറ്റ് ക്ലിയറൻസിനെ കുറിച്ച് കുറച്ചും കൂടി ഡെപ്തായിട്ട് അറിയാനായിട്ട് ആഗ്രഹിച്ചിട്ടുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അതുകൊണ്ട് അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ കവർ അയച്ചു. നമ്മൾ വണ്ടി 5th ഗിയറിലിടുന്നു. എന്നിട്ട് നമ്മൾ നമ്മുടെ റൈറ്റ് സൈഡ് വീല് ലിഫ്റ്റ് ചെയ്യുന്നു. അതായത് റൈറ്റ് സൈഡ് വണ്ടിയുടെ ലിഫ്റ്റ് ചെയ്തിട്ട് ഈ വീല് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വണ്ടിയുടെ എൻജിൻ നമുക്ക് കറക്കാൻ പറ്റും. അതായത് എൻജിൻ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്കൊന്നില്ല ടൈമിംഗ് മാർക്ക് അനുസരിച്ച് എവറി 90 ഡിഗ്രി വെച്ചുകൊണ്ട് ക്യാം ഷാഫ്റ്റിൻ്റെ എവറി 90 ഡിഗ്രി വെച്ചുകൊണ്ട് ടാപ്പറ്റ് ക്ലിയറൻസ് ചെയ്യാം. ഇനി അതല്ല ടൈമിങ് വെച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതേപോലെ കറക്കിക്കൊണ്ട് ഏതൊക്കെ സൈഡിൽ ക്യാം ഷാഫ്റ്റിൻ്റെ എക്സെൻട്രിക്, അതായത് ഈ കൂർത്തിരിക്കുന്ന വശം, ബാക്കി വശം റൗണ്ട് ആയിരിക്കും, കൂർത്തിരിക്കുന്ന വശം ഏതൊക്കെ സൈഡിൽ ടോപ്പിൽ വരുന്നോ ആ സൈഡിലത്തെ ടാപ്പറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ആദ്യമേ ചെയ്യണം. എന്നിട്ട് അടുത്ത റൊട്ടേഷനിൽ ഏത് സൈഡ് വീണ്ടും ഇതേപോലെ ടോപ്പിൽ വരുന്നോ അത് നമ്മൾ വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഇൻലെറ്റ് സൈഡ് 0.13 mm ടു 0.15 mm വരെ വരാം. 0.6 ആണെങ്കിലും കുഴപ്പമില്ല. എക്സോസ്റ്റ് സൈഡ് 0.16 mm ടു 0.17 mm വരെ വരാവുന്നതാണ്. ആ രീതിയിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ പൊതുവേ രണ്ടും 0.16 mm സെറ്റ് ചെയ്യാൻ പറ്റിയാലും കുഴപ്പമില്ല. ആ രീതിയിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഇൻലെറ്റ് സൈഡിൻ്റെ വാൽവുകൾക്കാണ് കൂടുതലും എറ്റിയോസിന് ഇഷ്യൂ വരുന്നത്. 0.13 വെച്ചിട്ട് കയറുന്നില്ല. അപ്പോൾ ടൈറ്റായിട്ടുണ്ട്. ഇപ്പം 0.10 വെച്ചാലും ടൈറ്റാണ് മിക്ക വണ്ടികൾക്കും. അപ്പം അത്യാവശ്യം കിലോമീറ്റർ ഓടിയ വണ്ടികൾക്കാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഇതേപോലെ ആ സൈഡ് ഇപ്പം യൂസ് ചെയ്യാൻ ഉദ്ദേശിച്ച സൈഡിൻ്റെ നമ്മുടെ നട്ട്, റോക്കറാമിൻ്റെ നട്ട് ഇതേപോലെ യൂസ് ആക്കുന്നു. 12 mm സോക്കറ്റ് യൂസ് ചെയ്തിട്ട് എന്നിട്ട് നമുക്ക് ഫ്ലാറ്റ് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഫീലർ ഗേജ് വെച്ച് ചെക്ക് ചെയ്തുകൊണ്ട് വീണ്ടും അതിൻ്റെ ക്ലിയറൻസ് ഇൻ ബിറ്റ്വീൻ 0.13 ടു 15 നമുക്ക് ഇൻടേക്ക് സൈഡ് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ എക്സോസ്റ്റ് സൈഡ് ഇതേപോലെ 0.16 ടു 0.17 റേഞ്ചിനുള്ളിൽ നമുക്ക് സെറ്റ് ചെയ്യണം. അതേപോലെ നമ്മൾ ഈ സൈഡ് ഈ ഒരു എക്സെൻട്രിക്ക് സെറ്റ് ചെയ്തു. അടുത്ത റൊട്ടേഷൻ വെച്ചു. അടുത്ത റൊട്ടേഷൻ വെച്ചപ്പോഴത്തേക്ക് ഇതിൻ്റെ എക്സെൻട്രിക്ക് മാറി അടുത്ത ക്യാം ലോബിൻ്റെ അടുത്ത സിലിണ്ടറിലേക്കുള്ള ക്യാം ലോബിൻ്റെ രണ്ട് സൈഡും, അതായത് സിലിണ്ടർ നമ്പർ 1ലും 3ലും ഉള്ള ക്യാം ലോബ് ടോപ്പിൽ വന്നിട്ടുണ്ട്. ഇനി ഇതേപോലെയുള്ള ക്ലിയറൻസ് ഈ രണ്ട് സൈഡിലത്തെ റോക്ക് റാമും നമ്മുടെ വാൽ ടിപ്പിൻ്റെ ഇൻബിറ്റ്വീനുള്ള റോൾ റെയിൽ നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതേപോലെ അതേ തിക്നെസ് നമ്മൾ വെച്ചിട്ട് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ ഇൻലെറ്റ് സൈഡ് വീണ്ടും ടൈറ്റ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ വീണ്ടും എക്സോസ് സൈഡ് ഓക്കെയാണ്, കുഴപ്പമില്ല. അപ്പം ഏതൊക്കെയാണോ എക്സസ് ടൈറ്റ് അയക്കുന്നത് അവിടെ വീണ്ടും കറക്റ്റ് ക്ലിയറൻസ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും അടുത്ത റൊട്ടേഷൻ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ടൈമിംഗ് ഇല്ലാത്തൊരു ഐഡിയ ആണ് ഇപ്പോൾ ഈ പറഞ്ഞിരുന്നത്. ക്യാമിൻ്റെ എക്സെൻട്രിക്കിൻ്റെ ടോപ്പ് ഏതൊക്കെ സൈഡിൽ വരുന്നോ അത് നമ്മൾ ഓരോന്നോരോന്നും ചെയ്തിട്ട് അടുത്ത റൊട്ടേഷനിൽ വീണ്ടും ഏത് ടോപ്പിൽ വരുന്നോ അത് ഓരോന്നോരോന്നായിട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ ഈ ഒരു ക്ലിയറൻസ് ഈസി ആയിട്ട് ചെയ്യാവുന്ന കേസേ ഉള്ളൂ. അടുത്ത റൊട്ടേഷൻ നോക്കുമ്പോൾ ഈ ഒരു എക്സെൻട്രിക്കും പിന്നെ ഈ ലാസ്റ്റത്തെ എക്സെൻട്രിക്കാണ് ടോപ്പിൽ വന്നേക്കുന്നത്. അപ്പോൾ ആ സൈഡിലത്തെ ക്ലിയറൻസ് നമുക്ക് ഇതേപോലെ ചെയ്യാം. സെയിം പ്രൊസീജിയർ സെയിം തന്നെ. റൊട്ടേഷൻ നമ്മൾ നോക്കി ക്യാമിൻ്റെ എക്സെൻട്രിക്കിൻ്റെ ടോപ്പ് പൊസിഷൻ നോക്കി ചെയ്തുകൊണ്ട് വരണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ പോലെ എക്സോസ്റ്റ് സൈഡ് കുഴപ്പമില്ല. ഇൻടേക്ക് സൈഡ് ഇപ്പുറത്തെ സിലിണ്ടറിലെ ഇൻടേക്ക് സൈഡ് ടൈറ്റാണ്, കയറത്തില്ല. അപ്പോൾ അത് ഇതേപോലെ തന്നെ സെയിം പ്രൊസീജിയർ തന്നെ നമ്മൾ വീണ്ടും ആ ക്ലിയറൻസ് നമ്മൾ കറക്റ്റാക്കി കൊടുക്കുന്നു. വീണ്ടും എന്നിട്ട് അടുത്ത റൊട്ടേഷനിൽ
വീണ്ടും ചെയ്യാത്ത എക്സെൻട്രിക്കുകൾ വീണ്ടും ടോപ്പിൽ വരുമ്പോഴത്തേക്ക് അതിനുള്ള ക്ലിയറൻസ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ടൈമിങ് വെച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പല ആൾക്കാർ ഇതുപോലെ ചോദിച്ചപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു മെത്തഡാണ് ഈ പറഞ്ഞിരിക്കുന്നത്. എക്സെൻട്രിക്ക് നോക്കി വെച്ചുകൊണ്ട് ചെയ്യാം. അൺലെസ് വണ്ടിയുടെ ടൈമിംഗ് ഔട്ടല്ല എങ്കിൽ ഈസി ആയിട്ട് ഈ പ്രൊസീജിയർ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു സംഗതി എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്, കമൻറ്റ് ഇടാവുന്നതാണ്. അതേപോലെ അടുത്ത റൊട്ടേഷൻ അങ്ങനെ ചെയ്തിട്ട് പിന്നെ അവസാനം നമ്മളെല്ലാ എക്സെൻട്രിക്കുകളും ഒരു തവണയും കൂടി റൊട്ടേറ്റ് ചെയ്ത് ക്ലിയറൻസ് ഓക്കെ ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യും. 8 വാൽവാണ് ടോട്ടലി ഈ വണ്ടിക്ക് എറ്റിയോസിന് വരുന്നത്. അപ്പം ഒരു സിലിണ്ടറിന് 2 വാൽവ് വെച്ചുള്ള സെറ്റപ്പാണ് വരുന്നത്. അപ്പം ക്ലിയറൻസ് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടില്ലാതാനും അഡ്ജസ്റ്റ്മെൻറ്റ് ഉള്ള ടൈപ്പ് റോളർ ടാപ്പറ്റ് ആയതുകൊണ്ട് ഒരു കണക്കിന് നല്ലതാണ്. കാരണം ചിലപ്പോൾ നമുക്ക് ഹൈഡ്രോളിക് ടാപ്പറ്റ് ഒന്നും മാറാതെ ഈ അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ തന്നെ പലപ്പോഴും വണ്ടിയുടെ ടാപ്പറ്റ് ക്ലിയറൻസ് ചെയ്ത് ബെറ്റർ ട്യൂണിങ്ങിൽ വണ്ടി കൊണ്ടു നടക്കാൻ പറ്റും. പിന്നെ എറ്റിയോസിനെ സംബന്ധിച്ച് എല്ലാ 60,000 എറ്റിയോസ് ലിവ, എറ്റിയോസ് ക്രോസറുടെ വണ്ടികൾക്കൊക്കെ അതായത് D4D വേരിയൻറ്റ് വന്നേക്കുന്ന വണ്ടികൾ, അതായത് നമ്മുടെ ഈ 1.4 ലിറ്റർ D4D വന്നേക്കുന്ന വണ്ടികൾ എല്ലാ 60,000 വെച്ച് ചെക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് എല്ലാ എക്സെൻട്രിക്ക് വീണ്ടും റീചെക്ക് ചെയ്യാണ്. റീചെക്ക് ചെയ്ത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രൊസീജിയർ അവസാനിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും ടാപ്പറ്റ് കവർ ഫിക്സ് ചെയ്തിട്ട് വണ്ടിയുടെ സ്റ്റാർട്ടിങ്ങിൽ മാറ്റം ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു വാൽവ് ഇതുപോലെ ക്ലിയറൻസ് കുറഞ്ഞു പോയാലും കംപ്രഷൻ ലോസ് വന്നിട്ട് വണ്ടിക്ക് പവർ ലോസും മൈലേജ് ലോസൊക്കെ വരുന്ന ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊരു ഈ എവരി 60,000 സർവീസിൽ ഇത് ചെക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ വണ്ടിക്ക് കുറച്ചും കൂടി നല്ല ആയുസ് കിട്ടും. പെർഫോമൻസ് നമുക്ക് കണ്ടിന്യൂസ് അതേ ഒരു സ്റ്റഡി ആയിട്ടുള്ള പെർഫോമൻസ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. എത്ര റിഗാർഡ്ലെസ് ഓഫ് കിലോമീറ്റർ, അതായത് എത്ര കിലോമീറ്റർ ഓടിയാലും നമുക്ക് ആ പെർഫോമൻസ് നല്ല രീതിയിൽ തന്നെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഈ ഒരു സംഭവം ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത്രയും വർക്കുകളാണ് മെയിൻലി ടാപ്പറ്റ് സൈഡിൽ വന്നേക്കുന്നത്. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാപ്പറ്റ് കവർ എല്ലാം ഫിക്സ് ചെയ്തതിന് ശേഷം വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കി ചെക്ക് ചെയ്ത് നോക്കാം. അതേപോലെ ഹീറ്റർ പ്ലഗിൻ്റെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത്, ഹീറ്റർ പ്ലഗ് ഒരെണ്ണം മാറാനുണ്ടായിരുന്നു, അത് മാറിയിട്ട് സ്റ്റാർട്ടിങ്ങിലുള്ള മാറ്റം എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതാണ് ഇതിൻ്റെ നിലവിലെ സ്റ്റാർട്ടിങ് കണ്ടീഷൻ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും ചെറിയൊരു വൈബ്രേഷൻ ഉണ്ട്. സ്റ്റാർട്ടിങ് മെച്ചപ്പെട്ടിട്ടുണ്ട്, പക്ഷേ ചെറിയൊരു വൈബ്രേഷൻ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇഞ്ചക്ടർ 4 മാറിയിട്ടുണ്ട്. ഇഞ്ചക്ടറിൻ്റെ കോഡാണ് നമ്മൾ ഈ കാണുന്നത്. 1ാമത്തേതും 2ാമത്തേതും 3ാമത്തേതും പിന്നെ ഈ കാണുന്ന 4ാമത്തെ ഇഞ്ചക്ടറിൻ്റെ കോഡും. അപ്പോൾ ഈ കോഡാണ് ശരിക്കും ഇഞ്ചക്ടറിൽ നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. അത് ചെയ്തിട്ടില്ല, പഴയ കോഡ് തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ എറ്റിയോസ് വണ്ടികൾക്ക് ഇഞ്ചക്ടർ കോഡിംഗ് ഉണ്ടോ എന്നുള്ളത് സംശയം വേണ്ട. ഇഞ്ചക്ടർ കോഡിംഗ് ഉണ്ട്. അതേപോലെ ഇഞ്ചക്ടറിൻ്റെ പൈലറ്റ് ഇഞ്ചക്ഷൻ ലേണിങ്ങും ഉണ്ട്. ഈ 2 സംഭവം പെർഫോം ചെയ്താലാണ് വണ്ടി പ്രോപ്പറായിട്ട് ഫയറിങ് വണ്ടിയിൽ വരുന്നത്, വണ്ടിയുടെ എൻജിൻ സ്റ്റേബിൾ ആകുന്നത്. അല്ലെങ്കിൽ ചെറിയ RPM വേരിയേഷനോ വേറെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് കാണിച്ചേക്കാം. നമ്മളിപ്പോൾ ഇവിടെ ഇതിൻ്റെ ഇഞ്ചക്ടർ കോഡിങ് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അതായത് ഇഞ്ചക്ടർ കോമ്പൻസേഷൻ കോഡ് നമ്മളിതിൽ എൻ്റർ ചെയ്യണം. അപ്പോൾ അത് നമ്മൾ പഴയ കോഡ് ക്ലിയർ ആക്കിയിട്ട് പുതിയ കോഡ് നമ്മളിതിലേക്ക് എൻ്റർ ചെയ്ത് അത് നമ്മളിതിലേക്ക് രജിസ്റ്റർ ചെയ്യണം. അതിൻ്റെ ECUവിലേക്ക് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ സ്കാൻ ടൂൾ ഉപയോഗിച്ച് ഇതേപോലെ കോഡ് തമ്മിൽ കമ്പയർ ചെയ്താൽ മനസ്സിലാവും നമ്മൾ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി നമ്മൾ ഇതിൻ്റെ പൈലറ്റ് ഇഞ്ചക്ഷൻ ലേണിംഗ്, ഇപ്പോൾ ഈ കാണുന്നതിൻ്റെ പൈലറ്റ് ഇഞ്ചക്ഷൻ ലേണിംഗ് ആണ്. ഇത് പഴയ ലേണിംഗ് ആണ് കിടക്കുന്നത്. 4 ഇഞ്ചക്ടർ മാറിക്കഴിഞ്ഞാൽ നമ്മുടെയൊക്കെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം 0 ആയി കാണിക്കണം. അപ്പോൾ അത് ആ ഒരു പൈലറ്റ് ഇഞ്ചക്ഷൻ ലേണിംഗ് നമ്മൾ ഇതിനകത്ത് പെർഫോം ചെയ്യണം. പൈലറ്റ് ഇഞ്ചക്ഷൻ ലേണിംഗ് പെർഫോം ചെയ്തതിന് ശേഷം നമുക്ക് ലേണിംഗ് വാല്യൂസ് വീണ്ടും ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും എന്താണ് അതിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് എന്നുള്ളത്, മാറ്റം ഉണ്ടോ എന്നുള്ളത് വണ്ടിയുടെ സ്റ്റാർട്ടിങ്ങിലും ഡ്രൈവിങ്ങിലും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് റീചെക്ക് ചെയ്ത് നോക്കാം. ഇതിനകത്ത് ഇവർ കമ്പോണൻ്റ് ഏതാണ് റീപ്ലേസ് ചെയ്തേക്കുന്നത് എന്നുള്ളത് ഇതുപോലെ സ്കാൻ ടൂൾ കണക്ട് ചെയ്യുമ്പോൾ ചോദിക്കും. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇഞ്ചക്ടേഴ്സാണ് 4 മാറിയിരിക്കുന്നത്. അപ്പോൾ ഇഞ്ചക്ടർ നമ്മൾ റീപ്ലേസ്മെൻറ്റ് അസംബ്ലി, ഇഞ്ചക്ടർ അസംബ്ലി റീപ്ലേസ്മെൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ നമ്മൾ ഇതിനകത്ത് സെലക്ട് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ പ്രൊസീജിയർ കഴിഞ്ഞു. ഇനി നമുക്ക് റീചെക്ക് ചെയ്യാം. ഇഞ്ചക്ടർ കോമ്പൻസേഷൻ കോഡ്, പുതിയ കോഡ്സ് ഇതിനകത്ത് രജിസ്റ്റർ ആയിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. അപ്പോൾ നേരത്തെ ഇഞ്ചക്ടറിൽ കണ്ടേക്കുന്ന അതേ ടോപ്പിൽ കണ്ടേക്കുന്ന കോഡ് നമുക്ക് നമ്പർ അനുസരിച്ച് ഇവിടെ കാണിക്കുന്നുണ്ടോ എന്ന് റീചെക്ക് ചെയ്യാം. അപ്പോൾ അത് നമ്മളിവിടെ റീചെക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ കാണുന്ന കണക്ക്
ഈ കോഡ് നമുക്കിവിടെ ക്ലിയർ ആയിട്ടുണ്ട്. പുതിയ കോഡ് രജിസ്റ്റർ ആയിട്ടുണ്ട്. അതേപോലെ പൈലറ്റ് ഇഞ്ചക്ഷൻ ലേണിങ് അതിവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാം 00 ആയിട്ടുണ്ട്. ഇത്തരം പരിപാടി കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടി എറർ എല്ലാം റീചെക്ക് ചെയ്ത് എറർ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തിട്ട് രണ്ടാമത് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ടിങ് മെച്ചപ്പെട്ടിട്ടുണ്ട്, കുറച്ചും കൂടി ക്വിക്കായിട്ടുണ്ട്. എൻജിൻ സൗണ്ട് ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കാം. ഓഫാക്കിയിട്ട് ഒന്നും കൂടി സ്റ്റാർട്ട് ചെയ്ത് ചെക്ക് നോക്കാം. അപ്പോൾ എൻജിൻ കുറച്ചും കൂടി ആ വൈബ്രേഷൻ കുറഞ്ഞ് കുറച്ചും കൂടി നല്ലൊരു സൗണ്ടായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. നമുക്ക് വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം. ഇതിന് ബൈ, ടേക്ക് കെയർ.